വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. മാർക്കറ്റ് ഹണ്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് എങ്ങനെയാണ് MTF യൂസ് ചെയ്തത് എന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. MTF എന്ന് വെച്ചാൽ മാർജിനൽ ട്രേഡിംഗ് ഫണ്ട്. മാർജിനൽ ട്രേഡിംഗ് ഫണ്ട് ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിങ്ങിൻ്റെ മാർജിനൽ ട്രേഡിംഗ് ഫണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ മാർജിനൽ ട്രേഡിംഗ് ഫണ്ട് ആക്റ്റീവ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ആക്റ്റീവ് ചെയ്തു തരും. മാർജിനൽ ഫണ്ടിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഏത് സ്റ്റോക്കാണോ നമുക്ക് വാങ്ങേണ്ടത്, ഇപ്പോൾ ICICI ബാങ്ക് ആണ് നമുക്ക് വാങ്ങേണ്ടതെങ്കിൽ ICICI ബാങ്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബൈ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ബൈ പ്രസ് ചെയ്യുക. ബൈ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഇൻട്രാഡേ, ഡെലിവറി, അതുപോലെ MT4 എന്ന് കാണാം. അതിൽ MT4 ആക്റ്റീവ് ചെയ്താൽ മാത്രമാണ് MT4 കിട്ടുകയുള്ളൂ. അപ്പോൾ MT4 ക്ലിക്ക് ചെയ്യുക. MT4 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുടെ റേറ്റ് കണ്ടില്ലേ, 1158 ആ 1158 രൂപയാണ് ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ നമുക്ക് വേണ്ടത്. പക്ഷേ മാർജിൻ ഫണ്ടിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 289 രൂപ മാത്രം മതി. നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റി നോക്കിയാൽ അറിയാം. 10 ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങണമെങ്കിൽ 11,568 രൂപ വേണം. പക്ഷേ മാർജിനൽ ഫണ്ടിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2,896 രൂപ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ 100 ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റും. 100 ക്വാണ്ടിറ്റി വാങ്ങാൻ 1,15,865 രൂപ വേണ്ട സ്ഥലത്ത് നമുക്ക് ഏകദേശം 4/1 28,966 രൂപ മതി. എന്നിട്ട് സേവ് ടു ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ ആവും. ഇനി അത് ബൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. വൈകുന്നേരം നമുക്ക് ഒരു മെയിൽ വരും. ഇതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി CDSൽ നിന്ന് നമുക്കൊരു മെയിൽ വരും. അപ്പോൾ ആ മെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇതുപോലെ ഒരു മെയിലായിരിക്കും വരിക. മാർജിനൽ പ്ലെഡ്ജ് എന്ന വേരിഫിക്കേഷൻ ഓഫ് മാർജിനൽ പ്ലെഡ്ജ് എന്ന് പറഞ്ഞ ഒരു മെയിലായിരിക്കും CDSൽ നിന്ന് വരിക. അതിൽ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലെഡ്ജ് ചെയ്യുന്നതിന് ഒരു OTP എടുക്കണം. ഇവിടെ നമ്മുടെ പാൻ കാർഡ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ DPID അടിക്കുക. പാൻ കാർഡ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എളുപ്പം. പാൻ കാർഡ് നമ്പർ അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു OTP വന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മാർജിൻ ഫണ്ടിങ്ങിന് എത്ര രൂപ കിട്ടും എന്ന് ചോയ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് നമ്മൾ ചോയ്സ് ഇന്ത്യയുടെ സൈറ്റിൽ പോവുക. ചോയ്സ് ഇന്ത്യയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഏറ്റവും ഡൗണിലേക്ക് പോവുക. അവിടെ ഡൗൺലോഡ്സ് കാണാം. അതായത് റിസോഴ്സസിൽ ഡൗൺലോഡ്സ് കാണാം. ആ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവിടെ RMS ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. RMS ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് MTF അപ്രൂവ്ഡ് ലിസ്റ്റ് എന്ന് കാണാം. ഇത് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PDF ഓപ്പൺ ആയി വരും. ഈ PDF ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കതിൽ ഓരോ ഷെയറും സെലക്ട് ചെയ്ത് അതിന് എത്ര മാർജിൻ വേണമെന്ന് കാണാൻ കഴിയും. അതിലിവിടെ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് ഈ ഫയൽ നിങ്ങൾ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ Ctrl+F അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷെയറാണ് ആ ഷെയറിൻ്റെ ഇതിനകത്ത് നമ്മളൊരു ഷെയർ അടിച്ച് കഴിഞ്ഞാൽ ആ ഷെയറിന് എത്രയാണ് മാർജിൻ വേണ്ടത്, എത്രയാണ് മാർജിൻ കമ്പനി തരുന്നത് എന്ന് കൃത്യമായി അതിനകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിഫ്റ്റിയിലുള്ള ഷെയറിനൊക്കെ ചില ഷെയറിന് 20%, ചില ഷെയറിന് 20%-ലും താഴെ, ചിലതിന് അതിന് മുകളിൽ അങ്ങനെ ആണ് വരിക. മാർജിൻ ഫണ്ടിങ് നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിന് മാത്രമല്ല, മാർജിൻ ഫണ്ടിങ് ഇപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിന് അലൗഡ് അല്ല, പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിന് അലൗഡാണ്. ഓപ്ഷൻ സെല്ലിങ്ങിന് അലൗഡാണ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 10 lakhs ആൻഡ് എബോവ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് അലൗഡ് ആവുന്നത്. അപ്പോൾ മാർജിൻ ഫണ്ടിങ് വേണ്ട ആളുകളും, അല്ലെങ്കിൽ മാർജിൻ ഫണ്ടിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിന് ഡൗട്ടുള്ള ആൾക്കാർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. മാർജിൻ ഫണ്ടിങ് ഇൻട്രസ്റ്റ് 18% ഒരു വർഷത്തേക്ക് ഇനി ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. 18% എന്ന് വെച്ചാൽ അത് ഒരു ദിവസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1,00,000-ന് ഏകദേശം 49 രൂപയോളം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി ഇനി കൂടുതൽ അറിയാൻ ഞങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതാണ്. താങ്ക് യു.